മാസപ്പടി കേസിൽ എന്തായി അന്വേഷണം എന്ന് നോക്കാം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ തയ്യാറാണ്. മാസപ്പടി കേസിൽ CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 24 മണിക്കൂറാണ് CFO KS സുരേഷ് കുമാറിനെ ED ചോദ്യം ചെയ്തത്. IT മാനേജർ NC ചന്ദ്രശേഖർ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ ഹാജരാകാതിരുന്ന CMRL MD ശശിധരൻ കർത്തയ്ക്ക് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ED വീണ്ടും നോട്ടീസ് അയച്ചു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പമുണ്ട്. അർജുൻ മട്ടന്നൂർ, CFOയുടെ ഭാഗത്തു നിന്ന് വന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ മൊഴി, അതിന്റെ ഒരു കൂടുതൽ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരില്ലായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഒരു ആധികാരികത അത് ഉറപ്പിക്കുകയാണോ EDയുടെ ഈ കേസിലെ അന്വേഷണ പരിധി അത് എവിടെ വരെ എത്തി നിൽക്കും എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വ്യക്തമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ശശിധരൻ കർത്ത ഇന്ന് എത്തുമോ ചോദ്യം ചെയ്യലിന്? സുജയ, അല്പസമയം മുമ്പാണ് 24 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം CMRLന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ KS സുരേഷ് കുമാർ ചോദ്യം ചെയ്യൽ പൂർത്തിയായി തിരിച്ചുപോയത്. അല്പസമയത്തിനകം തന്നെ മറ്റ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. 3 പേരുടെയും ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 10:30ക്കാണ് ഇവർ 3 പേരും ഇവിടെ ഹാജരായത്. 4 പേരോടാണ് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ MD ശശിധരൻ കർത്ത ഇന്നലെ ഹാജരായില്ല. പകരം ഈ 3 പേരും ഹാജരാവുകയും ചെയ്തു. തുടർന്ന് ഇന്നലെ രാത്രിയാണ് ശശിധരൻ കർത്തക്ക് വീണ്ടും ED നോട്ടീസ് അയച്ചത്. അതായത് ഇന്ന് രാവിലെ 10:30ക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസ് നൽകിയത്. എന്നാൽ ശശിധരൻ കർത്ത ഇന്ന് ഹാജരായിട്ടില്ല. അദ്ദേഹം ഹാജരാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും CMRലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ED ചോദിച്ചറിയുന്നത്. ഇതിൽ തന്നെ മറ്റെന്തെങ്കിലും സേവനം വാങ്ങിയിട്ടാണോ ഈ പണം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നീ കാര്യങ്ങളും ED അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ CMRലെ ജീവനക്കാരായ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരായ ആളുകൾ നൽകിയ മൊഴി വളരെ നിർണായകമായിരുന്നു. അതായത് ഒരു സേവനവും വാങ്ങിയിട്ടില്ല എന്നൊരു മൊഴിയായിരുന്നു അന്ന് നൽകിയത്. ഇതിന് പിന്നാലെയാണ് SFIU അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും 1,72,00,000 രൂപ CMRL എക്സാലോജിക്കിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ യാതൊരു സേവനവും വാങ്ങിയിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട പല രേഖകളും ഹാജരാക്കാൻ അടക്കം ED ആവശ്യപ്പെട്ടിരുന്നു. ഈ രേഖകളുമായിട്ടാണ് ഇന്നലെ ഉദ്യോഗസ്ഥർ ഹാജരായിട്ടുള്ളത്. ഇവരോട് മറ്റേതെങ്കിലും ദിവസം വീണ്ടും വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ CMRൽ നിന്ന് കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, അതിലടക്കം വ്യക്തത വരുത്താൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ വിവരങ്ങളിലേക്ക് പോകാം. അർജുൻ മട്ടന്നൂർ, CFOയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇനി അറിയേണ്ട 2 പ്രധാനപ്പെട്ട IT സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് തരം സേവനങ്ങളാണ് എക്സാലോജിക്ക് നൽകിയത് എന്ന് പറയേണ്ട ആളുകളാണ് ഇപ്പോൾ EDക്ക് മുന്നിലിരിക്കുന്നത്. അതിൽ നിന്ന് നേരിട്ട് ഇനിയിപ്പോൾ CMRലിന് സേവനം കൊടുത്ത എക്സാലോജിക്കിലേക്ക് എപ്പോഴാണ് അന്വേഷണം എത്തുക? ഇന്നാണോ നാളെയാണോ? അതാണ് അറിയേണ്ടത്.